വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റിനായി ഓൺലൈൻ പോർട്ടലും കേരള സർക്കാർ ആരംഭിക്കുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് ഡയറക്ട് സെല്ലിംഗ് 2021 അനുസരിച്ച് ഘടനാപരമായി നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ്. എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നേരിട്ടുള്ള വിൽപ്പന സ്ഥാപനങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഈ മേഖലയിൽ നിരീക്ഷണം ഫലപ്രദമാക്കുന്നതിനും നിയമപരമായ വ്യവസ്ഥകൾ പാലിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനും നേരിട്ടുള്ള വിൽപ്പന മേഖലയിൽ ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ മോണിറ്ററിംഗ് സംവിധാനം ലക്ഷ്യമിടുന്നു. ഡയറക്ട് സെല്ലിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനുള്ള സംസ്ഥാന മാർഗരേഖയുടെ പ്രകാശനം, ഓൺലൈൻ എൻറോൾമെന്റിനായി വികസിപ്പിച്ച പോർട്ടലിന്റെ ഉദ്ഘാടനം, ഡയറക്ട് സെല്ലിംഗ് മേഖലയെ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്ന വീഡിയോകളുടെ പ്രകാശനം എന്നിവ 2025 ഫെബ്രുവരി 19 വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. വിശിഷ്ട വ്യക്തികൾ, ഈ രംഗത്തെ തൊഴിൽദാതാക്കൾ, തൊഴിലെടുക്കുന്നവർ, തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുന്ന പ്രസ്തുത ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അധ്യക്ഷത വഹിക്കുന്നതാണ്. സുതാര്യവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ ഡയറക്ട് സെല്ലിംഗ് ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്ന പ്രസ്തുത ചടങ്ങിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ പ്രകാശനം, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എൻറോൾമെന്റിനായി തയ്യാറാക്കിയ പോർട്ടൽ ഉദ്ഘാടനം, ഡയറക്ട് സെല്ലിംഗ് മേഖലയുമായി ബന്ധപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനുള്ള വീഡിയോകളുടെ പ്രകാശനം എന്നിവ ഫെബ്രുവരി 19 വൈകുന്നേരം 5:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാന്യായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. പ്രസ്തുത ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. 2019 നമ്മുടെ രാജ്യത്ത് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ അനഭിലഷണീയമായ കച്ചവട പ്രവണതകൾ തടയുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി 2021 നിലവിൽ വന്ന ഡയറക്ട് സെല്ലിംഗ് കേന്ദ്ര ചട്ടങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. നൂതന വ്യാപാര സമ്പ്രദായങ്ങളും ഓൺലൈൻ വ്യാപാരവും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഉപഭോക്താക്കൾ നേരിടുന്ന ചൂഷണം, കബളിപ്പിക്കലും വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് രംഗവും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ശരിയായ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ തിരിച്ചറിയാനും തട്ടിപ്പിനിരയാകാതെ സ്വയം സംരക്ഷിക്കാനും സാധിക്കും. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഈ മോണിറ്ററിംഗ് മെക്കാനിസം. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും നിയമവിരുദ്ധമായി ഡയറക്ട് സെല്ലിംഗ് എന്ന മണം ഉപയോഗിച്ച് മണി ചേഞ്ചുകൾ, പിരമിഡ് സ്കീമുകൾ തുടങ്ങിയവ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാർ നയം. പ്രസ്തുത ചടങ്ങിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നത്